രചനയുടെ ചിത്രകല പരിശീലന കളരിയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ ഈ ചിത്രകല പരിശീലിക്കുന്ന തുടക്കക്കാർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അതിൽ പ്രധാനമായിട്ട് പറഞ്ഞത് ഡ്രോയിങ്ങിനെ കുറിച്ചാണ്. ശരിക്കും തുടക്കക്കാർ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു സബ്ജക്റ്റാണ് ഡ്രോയിങ്. അതേക്കുറിച്ചാണ് അന്ന് നമ്മൾ സംസാരിച്ചത്. ഇനി ആ ഡ്രോയിങ്ങിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോഴത്തേക്ക് അതിൽ ചില കാര്യങ്ങളൂടെ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുണ്ട്. അതേക്കുറിച്ചാണ് ഇനി പറയുന്നത്. അതിൽ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിനെ കുറിച്ചാണ്. അതായത് ഡ്രോയിങ്ങിൽ പ്രധാനമായിട്ട് പ്രാക്ടീസ് ചെയ്യേണ്ടുന്ന കാര്യങ്ങളിലൊന്നാണ് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്. അപ്പോൾ ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പരിശീലിക്കുക എന്ന് പറയുന്നത് വളരെ ആവശ്യമായിട്ട് വേണ്ടുന്ന ഒരു രീതിയാണ്. അതിനെക്കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ ആലോചിക്കാം. ഇനി ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പരിശീലിക്കുന്നത് കൊണ്ടുള്ള നേട്ടം എന്താണ്, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള ഉപയോഗം എന്താണ് എന്നുള്ളത് പറയുകയാണെങ്കിൽ നമുക്ക് ഒരു ഒബ്സർവേഷൻ സ്കില്ലുണ്ടാകുക എന്നുള്ളതാണ്. ഓബ്ജക്റ്റുകളെ ആണെങ്കിലും ഏത് ഫോംസിനെ കുറിച്ചാണെങ്കിലും നമുക്ക് ഒബ്സർവ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ടാക്കുക, അത് ഒന്ന്. പിന്നെ ഒരു കോൺഫിഡൻസ്, അതായത് ഡ്രോയിങ്ങിൽ നമുക്കൊരു ആത്മവിശ്വാസം, നമ്മൾ എന്ത് വരച്ചാലും അത് നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വരുന്നുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ്. അപ്പം അതിന് വേണ്ടുന്ന ഒരു കൈവഴക്കം, ഫ്ലെക്സിബിലിറ്റി ഓഫ് ഹാൻഡ്. അപ്പോൾ ആ ഒരു കൈവഴക്കം ഉണ്ടാക്കാൻ തീർച്ചയായിട്ടും ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിലൂടെ നമുക്ക് സാധിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് ഒരു ഡിസൈൻ നോളജ് കൂടെ ഉണ്ടാകും ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിലൂടെ. നമ്മൾ വരയ്ക്കുന്ന രേഖകൾക്ക് എത്രത്തോളം അതിനെ സൗന്ദര്യവൽക്കരിക്കാൻ സാധിക്കും എന്നുള്ളതുകൂടെ നമുക്കിതിലൂടെ പ്രാക്ടീസ് ചെയ്ത് നേടാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു നേട്ടം കൂടെ ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ് പരിശീലിക്കുന്നതുകൊണ്ട് നമുക്ക് സിദ്ധിക്കുന്നതാണ്. പ്രധാനമായിട്ടും നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാകുക എന്നുള്ളതാണ്. ഡ്രോയിങ്ങിൽ നമുക്കൊരു ആത്മവിശ്വാസം, എന്ത് വരച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന വര വീഴുന്നുണ്ട് എന്നുള്ളൊരു ആത്മവിശ്വാസം, അതാണ് പ്രധാനം. ഇനി ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിന് നമുക്ക് എന്തെല്ലാം മെറ്റീരിയൽസ് നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളതിനെക്കുറിച്ചൊന്ന് ആലോചിക്കാം. അതിൽ പ്രധാനമായിട്ട് വേണ്ടത് വളരെ ചീപ്പായിട്ട് നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കാൻ പറ്റുന്ന പേപ്പറുകളോ കോസ്റ്റ്ലി അല്ലാത്ത ഏതെങ്കിലും പ്രതലങ്ങൾ സെലക്ട് ചെയ്ത് കളക്ട് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അതിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് കളക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പറാണ് ന്യൂസ് പ്രിൻ്റ് പേപ്പർ. അത് മാർക്കറ്റിൽ നമുക്ക് ഷീറ്റായിട്ട് വാങ്ങിക്കാൻ കിട്ടും. ഈ ന്യൂസ് പ്രിൻ്റ് പേപ്പർ ശരിക്കും വലിയ റോളുകളിലാണ് പത്രം ഓഫീസുകളിലൊക്കെ, പത്രം സ്ഥാപനങ്ങളിലൊക്കെ പ്രിൻറ്റിങ്ങിനായിട്ട് വരുന്നത്. പക്ഷേ നമുക്ക് മാർക്കറ്റിൽ അതിൻ്റെ ഷീറ്റുകൾ കിട്ടും. ഏത് സൈസിലും കിട്ടും, വലിയ സൈസിലും ചെറിയ സൈസിലും കിട്ടും. അത് നമുക്ക് ഈ ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട്, ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാം. പിന്നെ കളക്ട് ചെയ്യേണ്ടത് പെൻസിലിൻ്റെ ഗ്രേഡ്, പിന്നെ ഈ HB അടങ്ങുന്ന, അതിൽ B വരുന്ന ഗ്രേഡിലുള്ള കുറേ പെൻസിലുകൾ, ചാർക്കോളുകൾ, പലതരത്തിലുള്ള ചാർക്കോൾ സ്റ്റിക്കുകൾ കിട്ടും, ഡ്രൈ പേസ്റ്റൽസ് കിട്ടും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറച്ച് മെറ്റീരിയൽസ്, കുറച്ച് മീഡിയം കൂടെ കരുതി വയ്ക്കുക ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കളക്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ് തുടങ്ങാം. ഇനി എന്തൊക്കെ വിഷയങ്ങൾ നമുക്ക് ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിൽ ഉൾപ്പെടുത്താം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ പലതരം ഉപകരണങ്ങൾ നമുക്ക് നോക്കി വരയ്ക്കാൻ ശ്രമിക്കാം. വീട്ടിലെ നിത്യോപയോഗത്തിനുള്ള പാത്രങ്ങൾ, ഫർണിച്ചറുകൾ, വളരെ ഓർണമെൻ്റൽ ആയിട്ടുള്ള പണി ചെയ്ത പിന്നെ ഫർണിച്ചറുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ നമുക്ക് നോക്കി വരയ്ക്കാം. ലാൻഡ്സ്കേപ്പ് വരയ്ക്കാം, പ്രകൃതി ദൃശ്യങ്ങൾ, അതിൽ വൃക്ഷങ്ങൾ, ചെടികൾ, പിന്നെ അത്തരം കാര്യങ്ങൾ നമുക്ക് നോക്കി വരയ്ക്കാം. ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, ഇതൊക്കെ നമുക്കൊരു സബ്ജക്റ്റായിട്ടെടുത്ത് ചെയ്യാവുന്നതാണ്. അതോടൊപ്പം തന്നെ
മനുഷ്യ ശരീരങ്ങൾ നോക്കി വരച്ച് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. കൈ, കാല്, ഫേസ്, ബോഡി, ഹ്യൂമൻ ബോഡി കംപ്ലീറ്റ്, ഇതൊക്കെ ഒന്ന് നമ്മൾ നോക്കി വരയ്ക്കുകയോ മെമ്മറി ആയിട്ട് വരയ്ക്കുകയോ ഒക്കെ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പം ഇതൊക്കെ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് തീർച്ചയായിട്ടും അതോടൊപ്പം നമുക്ക് കിട്ടുന്നത് ഒരു ആത്മവിശ്വാസമാണ് ഈ ഡ്രോയിങ്ങിലേക്കുള്ള. ഇനി എന്തൊക്കെ രീതിയിൽ നമുക്ക് തുടക്കക്കാർക്ക്, പ്രാരംഭമായിട്ട് തുടങ്ങുന്നവർക്ക്, ഈ ഫ്രീ ഹാൻഡ് ചെയ്യാൻ ആരംഭിക്കുന്നവർക്ക് എന്തൊക്കെ ചെയ്ത് തുടങ്ങണം, അതേക്കുറിച്ച് നമുക്കൊന്ന് ആലോചിക്കാം. അത്തരക്കാർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിരന്തരമായിട്ട് ഈ പേപ്പറുകളിൽ ഏതെങ്കിലും മീഡിയം ഉപയോഗിച്ച് കുറേ സർക്കിളുകൾ ഇങ്ങനെ വരയ്ക്കുക. ഒന്നിന് പുറത്തൊന്നായിട്ട് വരച്ചിരിക്കുക. അത് സർക്കിൾ മാത്രമല്ല, ഓവൽ ഷേപ്പിലുള്ള രൂപങ്ങളും ഇതോടൊപ്പം പ്രാക്ടീസ് ചെയ്യണം. അടുത്ത് ചെയ്യേണ്ടത് വെർട്ടിക്കലായിട്ടുള്ള ലൈൻസ്, കുറേ വെർട്ടിക്കൽ ലൈൻസ്, പാരലൽ ലൈൻസ്, സ്ട്രെയിറ്റ് ലൈൻസ്, അത് ഡയഗണൽ ലൈൻസ്, അങ്ങനെയൊക്കെയുള്ള ഒത്തിരി ലൈൻസ് ഇട്ട് പരിശീലിക്കുന്നത് നന്നായിരിക്കും. പിന്നെ ഒഴുകുന്ന ടൈപ്പിലുള്ള ലൈൻസ്, ഫ്ലോ ലൈൻസ്, അത് പ്രാക്ടീസ് ചെയ്യാം. അതോടൊപ്പം തന്നെ ട്രയാങ്കിൾസ്, സ്ക്വയർ, റെക്റ്റാങ്കിൾ, ഇങ്ങനെയുള്ള കുറേ പല ഷേപ്പുകളും നമുക്ക് ഇതിലൂടെ വരച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതൊക്കെ നിരന്തരം വരച്ച് പ്രാക്ടീസ് ചെയ്തുകൊണ്ടേയിരിക്കണം. അപ്പം നമുക്ക് ഇതൊന്നും വരച്ച് സൂക്ഷിക്കേണ്ട കാര്യമൊന്നുമില്ല, അത് നമുക്ക് വരച്ച് മാറ്റി വയ്ക്കാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നിരന്തരമായിട്ട് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഡ്രോയിങ്ങിൽ നമുക്ക് നല്ലൊരു ആത്മവിശ്വാസം ഉണ്ടാവും. അതോടൊപ്പം തന്നെ ബോൾഡായിട്ടുള്ള ഒരു കൈവഴക്കവും നമുക്ക് സിദ്ധിക്കുന്നതാണ്. ഇനി നമ്മളിത് നന്നായിട്ട് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ഓബ്ജക്റ്റുകൾ അതിൻ്റെ പെർഫെക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യണം, അങ്ങനെ വരുന്ന കാര്യങ്ങളും കൂടെ ഈ ഫ്രീ ഹാൻഡ് ഡ്രോയിങ്ങിലൂടെ ചേർക്കാം. അതോടൊപ്പം ഈ സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടിയിട്ട് നമുക്ക് ഈ മിറർ ഇമേജുകൾ, റണ്ണിങ് ഡിസൈൻസ്, ഇങ്ങനെയുള്ളതും കൂടെയൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ പറ്റും. അതേക്കുറിച്ചൊക്കെ അടുത്ത വീഡിയോയിൽ നമുക്ക് ചർച്ച ചെയ്യാം.